ഇന്ന് നല്ല ടേസ്റ്റി ആയൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കണ്ടു നോക്കാം. അതിനായി ഇതാ ഒരു പാൻ ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഉരുളക്കിഴങ്ങ് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതായി ഉരുളക്കിഴങ്ങെല്ലാം ഇപ്പം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത കുറച്ച് ചിക്കൻ പീസും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാൻ ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതിപ്പം നല്ല പോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം 3 കപ്പ് ബിരിയാണി റൈസ് വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് 3 കപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി ഇത് നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.